ഞാനൊരു ഉന്നത മദ്യപാനരോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും AA40 കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ആം, ഹായ് ഹായ് ശിവു ചേട്ടാ, ചേട്ടാ, ഹായ് ഹായ് ഹായ്. ഞാന് ഹായ്. ഞാൻ പറഞ്ഞതിന് ശേഷം ഉണ്ണിയാണ് സംസാരിക്കുക. ഉണ്ണി കംസ് ഓഫ് ഏജിന്റെ 10-11 പാരമ്പര്യങ്ങള് സംസാരിക്കുക. അതെങ്ങനെ ഉടലെടുത്തു എന്ന് സംസാരിക്കും. ഞാൻ ഹോസ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ സഹസ്ഥാപനായ ബില്ലിന്റെ അടുത്ത് എങ്ങനെയാണ് മെസ്സേജ് എത്തിയതെന്ന്. 1932-33 കാലഘട്ടങ്ങളിൽ റോളണ്ട് ഹസാർഡ് എന്ന് പറയുന്ന ഒരു വലിയ ധനികനായ മനുഷ്യൻ, റോഡ് ഐലൻഡ് മില്ല് എന്ന് പറയുന്ന ഒരു കുടുംബ വ്യവസായ ഗ്രൂപ്പിന്റെ ഓണർ കൂടിയായിരുന്നു അയാള്. അയാൾ അത് കൂടാതെ തന്നെ ആ സ്റ്റേറ്റിലെ സെനറ്റർ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ഹോപ്പ്ലെസ്, അതായത് പ്രതീക്ഷാരഹിതമായി കുടിച്ചുകൊണ്ടിരുന്ന ഒരു ആൽക്കഹോളിക് ആണ്. അപ്പൊ അയാളുടെ നിരന്തരമായിട്ടുള്ള സഹായം ചോദിക്കലും അന്വേഷണങ്ങളും ഒക്കെ ഒരു ലോകത്തിലെ തന്നെ പ്രശസ്തനായ സൈക്കാട്രിസ്റ്റായ കാൾ ജങ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനായ കാൾ ജങ്ങിന്റെ അടുത്ത് എത്തുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന് നിനക്ക് ഇനി ഇതിനകത്ത് ഒരു പ്രതീക്ഷയില്ല, കാരണം പുള്ളിക്ക് അറിയാവുന്നതും പുള്ളിക്ക് ചെയ്യാവുന്നതുമായിട്ടുള്ള എല്ലാ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അപ്പൊ അതെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനമായിട്ടൊരു സ്പിരിച്വൽ ലൈഫ് നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കുകയും, അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം റിലീജിയസ് ആയിട്ടുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ അമേരിക്കയിൽ എത്തുകയും അവിടെ വെച്ച് സുബോധാവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ നിന്നതിന് ശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ തത്വങ്ങൾ തന്റെ ജീവിതത്തിൽ പിന്തുടരുകയും ആ കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബുക്കിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് 1934 അദ്ദേഹത്തിന്റെ കുട്ടിക്കാല സുഹൃത്തായ, ബാല്യകാല സുഹൃത്തായ എബി താച്ചറിന്റെ അടുത്തെത്തുകയും, അല്ലെങ്കിൽ ബിൽ വിൽസന്റെയും കൂടി സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം ഈ ക്രോണിക് ഡ്രിങ്കിങ് കാരണം, അല്ലെങ്കിൽ അതികഠിനമായ കുടി കാരണം ബെന്നിങ്ടൺ വെർമൗണ്ട് എന്ന സ്ഥലത്ത് ലോക്കഡപ്പ് ആയേക്കുമായിരുന്നു. അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യുകയും, അതായത് എബി താച്ചറിനെ റോളണ്ട് ഹസാർഡ് വിസിറ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഷെഫ് കോർണൽ, റോളണ്ട് ഹസാർഡ്, പിന്നെ സീബ്ര ഗ്രൂസ്, ഇവർ 3 പേരും കൂടിയാണ്. സീബ്ര ഗ്രൂസ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ജഡ്ജിയുടെ മകനാണ്. അവർ 3 പേരും കൂടി ഈ പറയുന്ന 12 സ്റ്റെപ്പ്, ഇന്ന് നമ്മൾ പറയുന്ന 12-ാം പടി പ്രവർത്തനത്തിനായി പോവുകയാണ്. അങ്ങനെ റോളണ്ട് ഹസാർഡും എബിയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെത്തുകയും, പിന്നീട് ഒരു പക്ഷേ റോളണ്ട് ഹസാർഡ് എബിയുടെ ഒരു സ്പോൺസർ പോലെ പെരുമാറുകയും, പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ പ്രിൻസിപ്പൾ എബിയും ഫോളോ ചെയ്യുകയും മോചനം പ്രാപിക്കുകയും ചെയ്യണം. ആ ഡിസംബറിൽ, ആ വർഷം തന്നെ 1934 തന്നെ അവന് ബിൽ വിൽസനെ കാണാനായിട്ടുള്ള, എബിക്ക് ബിൽ വിൽസനെ കാണാനായിട്ടുള്ള ചാൻസ് കിട്ടാണ്. അവിടെ വെച്ചിട്ട് ബില്ല് പറയുന്നുണ്ട്, ഞാന് എൻ്റെ ജീവിതം നശിച്ചു എന്ന് സമ്മതിച്ചു, ഞാന് സത്യസന്ധമായി ബേബിയുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞു, അങ്ങനെ ഞാന് എന്നെ ഉപദ്രവിച്ചുകൊണ്ടുള്ള രമ്യതയിൽ ഏർപ്പെട്ടു, അതുകൂടാതെ ഞാൻ മറ്റുള്ളവരിലേക്ക് സന്ദേശം കൊടുക്കാനായിട്ട് തയ്യാറായി. സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാല് തീർച്ചയായും ഈ പുതിയ ആളുകൾ ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ പോയി നമ്മുടെ മദ്യാസക്തിയെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് ഇദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഈ പാറ്റേൺ നമ്മൾ പറയുന്ന രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ അദ്ദേഹം അക്രോണില് ബിൽ ഡബ്ല്യു പോവുകയും ഡോക്ടർ ബോബിനെ കാണുകയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചരിത്രത്തില് ഞാനത് ഇംഗ്ലീഷിലുള്ളത് വായിച്ച് മലയാളത്തിലേക്കാം.
Now we begin to see the emerging pattern of events in Akron and in the New York area in the 10 years period before the start of AI. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് സ്റ്റാർട്ട് ചെയ്യണതിന് 10 വർഷങ്ങളോളം ഈ പാറ്റേൺ വളർന്നു വന്നുകൊണ്ടിരുന്നു. വി സി ഹൗ ത്രൂ ദ മെഷീനറി ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് കീ ലീഡേഴ്സ് ഫ്രാങ്ക് ബുച്ച്മാൻ ആൻഡ് സാം ഷുമാക്കർ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫ്രാങ്ക് ബുച്ച്മാനെ കീ ലീഡേഴ്സായ ഫ്രാങ്ക് ബുച്ച്മാനെ പറ്റിയും സാം ഷുമാക്കറിനെ പറ്റിയും നമ്മൾ പറഞ്ഞതാണ്. Events conspired to make possible this meeting between Bob and Bill in Akron in 1935. 1935 ബോബും അക്രോണിലെ ബോബിനെ കാണാനായിട്ട് ബില്ല് എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഷെപ്പ്, സീബ്ര ആൻഡ് റോളണ്ട് വേർ ഓൾ 3 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് ഷെപ്പും സീബ്രയും റോളണ്ടും ആ സമയത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. They were part of the business teams that were working around the country in various cities. ഇവർ 3 പേരും കൂടി ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ബിസിനസ് ടീമായിട്ട് വളരുകയും രാജ്യത്തെ പല സിറ്റികളിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ഈ നവംബർ ഓഫ് 1934, 1934 നവംബറിൽ എബി സറണ്ടേർഡ് ഹിസ് ലൈഫ് ടു ഗോഡ് അറ്റ് ദ കാൽവരി എപ്പിസ്കോപ്പൽ മിഷൻ റൺ ബൈ സാം ഷുമാക്കർ. 1934 ആയപ്പോഴത്തേക്ക് എബി തന്റെ ജീവിതം സറണ്ടർ ചെയ്തു കാൽവരി എപ്പിസ്കോപ്പൽ ചർച്ചിൽ. അത് സാം ഷുമാക്കറാണ് അത് റൺ ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. സാം ഹാഡ് മെറ്റ് ഫ്രാങ്ക് ബുച്ച്മാൻ ഇൻ ചൈന in 1918. ചൈനയിൽ വെച്ച് 1918 ഫ്രാങ്ക് ബുച്ച്മാനെ കാണുകയും സാം ഷുമാക്കർ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് 1934 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മേജർ ലീഡറായി മാറുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് ഹോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാൽവരിയിലെ അവരുടെ ചർച്ച് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അയാൾ തന്നെയാണ്. എബി സ്റ്റേയിങ് ഇൻ ടു ഹിസ് മിഷൻ. അതെ, എബി ഇങ്ങനെ തുടർന്ന് ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ബിൽ ഡബ്ല്യു ഷോസ് അപ്പ് ദെയർ ഡ്രഗ് ലുക്കിംഗ് ഫോർ എബി. അപ്പോ ബിൽ ഡബ്ല്യുവിനെ കണ്ടതിന് ശേഷം വീണ്ടും ബിൽ ഡബ്ല്യു കുടിക്കുന്നുണ്ട്. അങ്ങനെ ബിൽ ഡബ്ല്യു എബിയെ കാണാനായി നമ്മുടെ ഇവിടെ എത്തുകയാണ്, ഇവിടെ ഈ കാൽവരി ചർച്ചിൽ എത്തുകയാണ്. കാൻഡ് ഫൈൻഡ് ഹിം, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആൻഡ് ഗോസ് ടു ടൗൺസ് ഹോസ്പിറ്റൽ. അതിന് തിരിച്ച് ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോയി. ബിൽ ഡൂവൽ എന്ന് പറയുന്ന മറ്റൊരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗം ഇത് ഓർമ്മിച്ചെടുക്കുന്നത് ഒരു കത്തിലൂടെയാണ്. ബിൽ ഡബ്ല്യു ടോൾഡ് us at the mission that he had heard that എബി on the previous Sunday at the Calvary Church. അവന് എബിയെ പറ്റി അതിനു മുമ്പുള്ള സൺഡേയിൽ കേട്ടിരുന്നു. എബിക്ക് ഇവിടെ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇവിടെ നിന്ന് സഹായം കിട്ടണം. ഈ മിഷന്റെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ മിഷന്റെ സഹായം വേണം. We looked prosperous compared to our usual mission customers. Actually, he was wearing a Brook Brothers suit purchased at a roomage sale for $5. റൂമേജ് സെയിൽ എന്ന് പറഞ്ഞാൽ ഈ സെയിൽ കിട്ടുന്ന ഒരു ജാക്കറ്റ്, ഇതാണ് അവന് ബിൽ ഡബ്ല്യു വെയർ ചെയ്തിരുന്നത്. സോ വി അഗ്രീഡ് ദാറ്റ് ഹി ഗോ ടു ടൗൺസ് ഹോസ്പിറ്റൽ വെയർ എബി ആൻഡ് അതേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് വുഡ് ടോക്ക് ടു ഹിം. അങ്ങനെ അവൻ അവിടെ വെച്ച് സമ്മതിക്കുകയാണ്. അപ്പൊ എബിനെ കണ്ടില്ല, പക്ഷെ അവൻ ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോകാം. അവിടെ വെച്ചിട്ട് എബിയോട് എന്നെ കാണാൻ വരണം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു എന്ന് ഈ ലെറ്ററിൽ പറയുന്നുണ്ട്. ആഫ്റ്റർ ഹിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഓഫ് ടൗൺസ്, ബിൽ ഇമ്മീഡിയറ്റ്ലി മേഡ് എ ഡിസിഷൻ ടു ബിക്കം വെരി ആക്റ്റീവ് ഇൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ നമുക്കറിയാം, ഒരു ആത്മീയ അനുഭവം ഉണ്ടായതിനു ശേഷം, ടൗൺസ് ഹോസ്പിറ്റലിൽ ആത്മീയ അനുഭവം ഉണ്ടായതിനു ശേഷം ബിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കാനും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ആളുകളെ പോലെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതായത് സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട്. ആൻഡ് ട്രൈ ടു ബ്രിങ് അതർ ആൽക്കഹോളിക്സ് ഫ്രം ടൗൺസ് ടു ദി ഗ്രൂപ്പ്. അങ്ങനെ അവന് നമുക്കറിയാം സിൽക്ക് വർത്ത് അവനെ അനുവദിച്ചിരുന്നു. ടൗൺസ് ഹോസ്പിറ്റലിൽ സ്ഥിരമായി ചെല്ലാൻ അനുവദിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ രോഗികളെ കണ്ട് സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. അത് പലപ്പോഴും സിൽക്ക് വർത്ത് അനുവദിച്ചത് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടും. കാരണം ഒരു ഡോക്ടർ മറ്റൊരാളെ അവിടെ സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കാമെന്ന് കരുതിട്ട് കൂടി പോലും സിൽക്ക് വർത്ത് അനുവദിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന രോഗികളെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ എത്തിക്കുക എന്നതായിരുന്നു ബിൽ വിൽസൺ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 1939 മുമ്പുള്ള കാര്യങ്ങളാണ്. ബിൽ വിൽസന് നമ്മുടെ ബുക്ക് എഴുതുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യം. മെനി ഓഫ് ദ ഹോസ്റ്റ്
who rescued Abby in Oxford had through indoctrination in Oxford group teachings, and he passed many of this along to Abby and Bill Wilson. അപ്പോൾ റോളണ്ട് ഹസാർഡ് അവിടെ നിന്ന് സന്ദേശം കിട്ടിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഇത് പാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ബിൽ വിൽസൺ ആകട്ടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗില് പോവുകയും ഈ ഹോസ്പിറ്റലിൽ ഡെയിലി അപ്പൊ പാസിറ്റോണിൽ അത് പറയുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ 4-5 മാസങ്ങളായി ബിൽ ഡബ്ല്യു സ്ഥിരമായി ഈ ചാൾസ് ടൗൺസ് ഹോസ്പിറ്റൽ സന്ദർശിച്ചു എന്നാണ്. അപ്പം അതായത് ആക്രോൺ ട്രിപ്പിന് മുമ്പ്, അതായത് ബോബിനെ കാണുന്നതിന് മുമ്പ് 4-5 മാസം സ്ഥിരമായിട്ട് ഹോസ്പിറ്റൽ സന്ദർശിച്ചിരുന്നു. നോ വൺ സ്റ്റേഡ് സോബർ, പക്ഷെ ആരും അവിടെ സോബർ ആയില്ല. ബിൽ ഡബ്ല്യു ആൻഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വർക്ക് ജിം ന്യൂട്ടൺ എൻറ്റേഴ്സ് ദ സീൻ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ജിം ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഈ കഥാപാത്രം നമ്മുടെ ഇതിലേക്ക് കടന്നു വരുന്നത്. റോളണ്ട് ഹസാർഡ് ഹ്യൂസ് റെസ്ക്യൂഡ് എബി ഇൻ ഓഗസ്റ്റ് 1934. 1934 റോളണ്ട് ഹസാർഡ് എബിനെ സേവ് ചെയ്യുന്നത്. ഹാഡ് ത്രൂ ഇൻഡോക്ട്രിനേഷൻ, അതായത് പഠിപ്പിക്കുക, ഇതിന്റെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എബി സേവ് ചെയ്യണം. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ടീച്ചിങ്സ് എബിക്കും ബിൽ ഡബ്ല്യുവിനും റോളണ്ട് ഹസാർഡ് പാസ് ചെയ്തു. Soon after his release from Towns Hospital at the end of 1940, Bill and the rest of the alcoholic contingent of the Oxford group began gathering at a Stuart cafeteria in New York, following their regular meeting. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ സ്ഥിരമായിട്ടുള്ള ഇവരുടെ സന്ദർശനത്തിന് ശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ഇവർ സ്റ്റുവാർട്ട് കഫ്റ്റീരിയയില് ഒന്നിച്ച് ചേരാറുണ്ടായിരുന്നു, ഒരു ആഫ്റ്റർ മീറ്റിംഗ് പോലെ. Another Shep Cornell, then a member of the Oxford Group business team that included Roland, Sam Schumacher and Hanford Tuchel, was also a recovering alcoholic. അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് ആൽക്കഹോൾ, ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ മോചിതരായ ആൽക്കഹോളിക്കുകളെ പറ്റി പറയുന്നത്. അതിനകത്ത് ഒരാളാണ് ഷെപ്പ് കോർണല്, അടുത്ത ഒരാളാണ് റോളണ്ട്, പിന്നെ ഹാൻഫോർഡ് ട്വിച്ചലുണ്ട്. ഇവരെല്ലാം ഈ സാം ഷുമാക്കറിന്റെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആൽക്കികളാണ്, മോചനം പ്രാപിച്ചിട്ടുള്ള ആൽക്കഹോളിക്കുകളാണ്. Louis Wilson talked of regular attendance at the Oxford group meetings with the Bill, Shep and Abby. അപ്പൊ ലൂയിസ് വിൽസൺ, അതായത് ബിൽ ഡബ്ല്യുവിന്റെ ഭാര്യ പറയുന്ന ഇവരുടെ റെഗുലർ, ബില്ലും ഷെപ്പും എബിയും ഒരു റെഗുലർ ആയിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുകൂടാതെ ജെയിംസ് ഹോക്ക്, എ നോൺ ആൽക്കഹോളിക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പർ ഇൻ ഫ്രെഡറിക്, Maryland, states that Bill W. went to many Oxford group meetings at the Frank Scott Key Hotel in Frederick and always centered on alcohol. അപ്പോൾ ബിൽ ഡബ്ല്യു ആ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മറ്റു പല സ്ഥലങ്ങളിലും പോയിരുന്നതായി ഫ്രെഡറിക് പറയുന്നുണ്ട്. ഹി വാസ് ഒബ്സസ്ഡ് വിത്ത് ദ ഐഡിയ ഓഫ് ക്യാരിയിങ് ദ മെസ്സേജ്. അവിടെ വെച്ചും ബിൽ ഡബ്ല്യു ഈ പറയുന്ന ആശയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചിരുന്നതാണ്. The conclusion is that Bill had a wide acquaintance of Oxford group circle, not just confined to Sam and Calvary House. ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഈ ചെറിയൊരു സർക്കിളിൽ മാത്രമല്ല, അതായത് സാം ഷുമാക്കറിനെ മാത്രം എടുത്ത് കുമ്പസാരിക്കുകയും കാൽഗരി ഹൗസിൽ സ്ഥിരം പോവുക മാത്രമല്ല, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മറ്റു ഗ്രൂപ്പുകളിലും ഇദ്ദേഹം സ്ഥിരം സന്ദർശകനായിരുന്നു. Bill told Houck that he worked on 50 drunks in the first 6 months with no success. ബില്ല് ഹൗക്ക് എന്ന് പറയുന്ന മറ്റൊരു അംഗത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 50 ഡ്രങ്ക്സുമായിട്ട്, ആൽക്കഹോളിക്കുകളുമായിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും സക്സസ് ആയില്ല. കാൽവരി ഹൗസസ് വാസ് സാം റെസിഡൻസ് ആൻഡ് കണ്ടെയ്ൻഡ് ആൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ബുക്ക് സ്റ്റോർ. അപ്പൊ കാൽവരി ഹൗസ് എന്ന് പറയുന്നത് സാമിന്റെ ഒരു റെസിഡന്റ് ആണ്. അതുകൂടാതെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ബുക്ക് സ്റ്റോർ അവിടെ പ്രവർത്തിച്ചിരുന്നു. കാൽവരി മിഷൻ വാസ് ടു അനദർ ലൊക്കേഷൻ ഇൻ ദ ഗ്യാസ് ഹൗസ് ഡിസ്ട്രിക്ട്. ഇപ്പൊ കാൽവരി മിഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഗ്യാസ് ഹൗസ് എന്ന് പറഞ്ഞ ജില്ലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. Thousands of people passed through the mission where they offered lodging, free meals and Oxford group meetings every night. അപ്പോൾ അവിടെ ധാരാളം ആയിരങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു, താമസ സൗകര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് എല്ലാ ദിവസവും രാത്രിയും ഉണ്ടായിരുന്നു. ടെക്സ് ഫ്രാൻസിസ്കോ വാസ് ഇറ്റ്സ് സൂപ്രണ്ടന്റ് ഇൻ 1934 when Bill showed up there. അപ്പൊ ടെക്സ് ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ആളാണ് അന്ന് ഈ കാൽവരി മിഷന്റെ സൂപ്രണ്ട്. 1934 ബിൽ വിൽസൺ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. Now enters the man most certainly responsible for the
fateful Akron meetings between Bill and Dr. Bob. അപ്പോ ഇവിടെ വെച്ചിട്ടാണ് വിധി നിർണായകമായ അക്രോൺ മീറ്റിംഗ്, ബിൽ ഡബ്ല്യുവിന്റെയും ഡോക്ടർ ബോബിന്റെയും അക്രോൺ മീറ്റിംഗിലേക്ക് ഈ ഫ്രാൻസിസ്കോ കടന്നു വരുന്നത്. അതോടൊപ്പം ജിം ന്യൂട്ടൺ എന്ന് പറഞ്ഞ ജിം ന്യൂട്ടൺ വാസ് ഷുവർലി ദ സോൾ catalyst that ordinated the Oxford group should be in place in Akron. ഇപ്പൊ ജിം ന്യൂട്ടൺ എന്ന് പറഞ്ഞ മറ്റൊരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അംഗമാണ് യഥാർത്ഥത്തിൽ അക്രോണിൽ ഈ ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത്. ഒഹായോ വെൻ ബിൽ ഷോഡ് അപ്പ് ദർ ഇൻ 1935, 1935 അദ്ദേഹം അവിടെ ബിൽ ഡബ്ല്യു അവിടെ ഷോഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോ ദിസ് അമേസിംഗ് സ്ട്രിങ് ഓഫ് സർക്കംസ്റ്റൻസസ് പ്ലേസ് ഔട്ട് ഓഫ് ആസ് ഫോളോസ്. അപ്പൊ ഇത്തരം മനോഹരമായിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ എഐയുടെ രൂപീകരണത്തിനായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. ജിം അറ്റ് ഏജ് 20, 20 വയസ്സുള്ള ജിം വാസ് എ ലഗേജ് സെയിൽസ്മാൻ ഇൻ ന്യൂയോർക്ക് ഹു ഹാഡ് കം അപ്പോൺ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ബൈ ആക്സിഡന്റ്. അപ്പൊ അദ്ദേഹം ലഗേജ് സെയിൽസ്മാൻ ആയിരുന്നു. അദ്ദേഹം വളരെ ആക്സിഡന്റ് ആയിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവിചാരിതമായിട്ട് കടന്നു വന്നതാണ്. ആക്ച്വലി ഹി വാസ് ലുക്കിംഗ് ഫോർ ഫൺ ആൻഡ് ഗെയിം ദാറ്റ് നൈറ്റ്. അവൻ ഒരു രസത്തിനായി, വെറും ആ രാത്രിയിൽ ഒരു രസത്തിനായി അവിടെ കടന്നു വന്നതാണ്. ഇൻ മസച്യൂസെറ്റ്സ് ഇൻ 1923 when he was 18 year old. അപ്പം 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു തമാശ മട്ടില് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്നതാണ്. ഹി വാസ് കൺവേർട്ടഡ് അറ്റ് ദ പാർട്ടി. അവിടെ വെച്ച് പക്ഷെ അദ്ദേഹത്തിന് മാനസാന്തരം പഠിപ്പിക്കുകയും ഗോട്ട് ഓൺ ഹിസ് നീ ആൻഡ് ഗേവ് ദ ഡയറക്ഷൻ ഓഫ് ഹിസ് ലൈഫ് ടു ഗോഡ് അറ്റ് ദാറ്റ് ടൈം. അവിടെ വെച്ചിട്ട് അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് തന്റെ ജീവിതം ദൈവത്തിനായി വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ദൈവത്തിനായി തിരിച്ചുവിട്ടു. ഹി മെറ്റ് എ ലേഡി നെയ്മഡ് എലനോർ ഫ്രോഡ് ഹു ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഹിസ് തിങ്കിങ് അബൌട്ട് ദ മൂവ്മെന്റ്. ഇവിടെ വെച്ചിട്ട് ജിം എലനോർ ഫ്രോഡ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ കണ്ടുമുട്ടുകയും അവര് 20 വർഷങ്ങൾക്ക് ശേഷം 1943 വിവാഹിതരാവുകയും ചെയ്തു. സെവറൽ ട്വിസ്റ്റ്, ധാരാളം ട്വിസ്റ്റുകൾ നടന്നു. Turns to fate placed Jim Newton to Akron, Ohio and installed our next cast of characters. അപ്പോൾ ഇതിനു ശേഷം ധാരാളം ഇതൊക്കെ ട്വിസ്റ്റുകളൊക്കെ നടന്നതിന് ശേഷമാണ് ജിം ന്യൂട്ടൺ അക്രോണിൽ എത്തുകയും ഒഹായോയില് നമ്മുടെ അടുത്ത കഥാപാത്രങ്ങളെ സീനിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. ദിസ് വെയർ ബോത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് റെഗുലർ അറ്റൻഡീസ് അറ്റ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്. ഇവര് സ്ഥിരമായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സും ആയിരുന്നു, സ്ഥിരമായി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയിക്കൊണ്ടിരുന്നവരാണ്. വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ഇന്റർട്വിൻഡ് റിലേഷൻസ് ഓഫ് ഹെൻറിറ്റ സിബർലിംഗ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഹെൻറിറ്റ സിബർലിംഗിനെ കുറിച്ചും ഡോക്ടർ വാൾട്ടർ ടങ്സിനെ കുറിച്ചും, അതായത് പുരോഹിതനായ ഡോക്ടർ വാൾട്ടർ ടങ്സ്, ഹാർവി ആൻഡ് റൂസൽ ഫയർസ്റ്റോൺ, ടയർ കടയുടെ ഉടമയായ ഹാർവിനെയും റൂസലിനെ കുറിച്ചും, സാം ഷുമാക്കറിനെ കുറിച്ചും, അതായത് കാൽവരി ഹൗസിന്റെ ഡയറക്ടറായ സാം ഷുമാക്കറിനെ കുറിച്ചും, ഫ്രാങ്ക് ബുച്ച്മനെ കുറിച്ചാണ്. അതായത് ഫസ്റ്റ് സെഞ്ചുറിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് തൊട്ടു മുമ്പിലുണ്ടായ ഫെലോഷിപ്പിനെ കുറിച്ചുമാണ്. അത് സ്ഥാപിച്ച ആളുടെ പേരാണ് ഫ്രാങ്ക് ബുച്ച്മൻ. അദ്ദേഹം ഒരു പുരോഹിതനാണ്. ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ്, അവർ രണ്ടുപേരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. ആൻഡ് ആനി, ഡോക്ടർ ബോബിന്റെ വൈഫ്, ആൻഡ് ഡോക്ടർ ബോബ് സ്മിത്ത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ജിം ന്യൂട്ടൺ വെന്റ് ടു മേയേഴ്സ് ഫ്ലോറിഡ ഇൻ 1926. 1926 ജിം ന്യൂട്ടൺ മേയേഴ്സിൽ ഫ്ലോറിഡയിൽ പോയത് അറ്റ് ഏജ് 21 ടു വിസിറ്റ് ഹിസ് ഫാദർ, അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാനായിട്ട്. ആൻഡ് ദേ ബോട്ട് എ 35 acre tract ഓഫ് ലാൻഡ് അക്രോസ് ദ റോഡ് ഫ്രം ദി തോമസ് എഡിസൺ എസ്റ്റേറ്റ്. അവിടെ വെച്ച് 35 ഏക്കർ സ്ഥലം ഇവർ വാങ്ങുന്നു തോമസ് എഡിസൺ എസ്റ്റേറ്റിൽ നിന്ന്. ജിം ന്യൂട്ടൺ ബിക്കം ആസ് ആൻ അഡോപ്റ്റഡ് സൺ ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് എഡിസൺ. അതായത് മിസ്റ്റർ ആൻഡ് മിസ്സസ് എഡിസന്റെ അഡോപ്റ്റ് ചെയ്യപ്പെട്ട മകനാണ് ന്യൂട്ടൺ. ആൻഡ് ഓഫൺ ആക്ടഡ് ആസ് ഹോസ്റ്റ് ആൻഡ് act as toastmaster in Edison's famous birthday parties that were attended by Henry Ford, Harvey Firestone. ഇദ്ദേഹം അവിടെ ഒരു ടോസ്റ്റ് മാസ്റ്റർ, അതായത് നമുക്ക് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു, കാരണം നന്നായിട്ട് ടോസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ അവിടെ ഈ ബർത്ത്ഡേ പാർട്ടിയിലെ ഹെൻറി ഫോർഡും ഹാർവി ഫയർസ്റ്റോണും, ഇവരൊക്കെ ഹാർവി ഫയർസ്റ്റോൺ ടയർ, പ്രശസ്തമായ ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമയാണ് ഹാർവി. അതുപോലെ തന്നെ ഫോർഡ് എന്ന് പറയുന്നതും അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആൻഡ് മെനി വേൾഡ് റിനോവ്ഡ് ബിസിനസ് ലീഡേഴ്സ് ആൻഡ് പബ്ലിക് ഫിഗേഴ്സ്, അവിടെ ധാരാളം ബിസിനസ് ലീഡേഴ്സും പബ്ലിക് ഫിഗേഴ്സും കടന്നു വന്നു. ഹിയർ ബിഗിൻസ് അനദർ കീ സർക്കംസ്റ്റൻസ് ടു സെറ്റ് ദ സ്റ്റേജ് ഇൻ അക്രോൺ. ഇതാണ് മറ്റൊരു അക്രോണില് ഒഹായോയിലേക്ക്
നമ്മുടെ വിധി നിർണായകമായ എയുടെ രൂപീകരണത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്ന മറ്റൊരു കഥയിലേക്ക് വഴികാട്ടിയത്. ഹാർവി ഫയർസ്റ്റോൺ സീനിയർ ഓഫേർഡ് ജിം a job as secretary to the Firestone Tire and Rubber Company in 1926. ഈ ബർത്ത്ഡേയിൽ പങ്കെടുത്തതിന് ശേഷം ജിമ്മിനോട് ഹാർവി ഫയർസ്റ്റോൺ എന്ന് പറയുന്ന ഫയർസ്റ്റോൺ കമ്പനിയുടെ ഉടമ, അല്ലെങ്കിൽ ഹാർവി ഫയർസ്റ്റോൺ സീനിയർ, അദ്ദേഹത്തിന് ഒരു ഓഫർ ചെയ്യാണ്, നിങ്ങൾക്ക് എനിക്ക് സെക്രട്ടറി ആയിട്ട് എനിക്ക് ഈ ഫയർസ്റ്റോൺ കമ്പനിയിൽ ഒരാളെ വേണം. അങ്ങനെ 1926 അദ്ദേഹം അക്രോണിലേക്ക് മൂവ് ചെയ്യാണ്. ഒഹായോ പുട്ടിംഗ് ഹിം ഇൻ റെസിഡൻസ് അറ്റ് ദ പോർട്ടേജ് കൺട്രി ക്ലബ് അഡ്ജസന്റ് ടു ദി ഫയർസ്റ്റോൺ എസ്റ്റേറ്റ്. അവിടെ ഫയർസ്റ്റോൺ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിന് ഒരു കൺട്രി ക്ലബിലെ സ്ഥലത്താണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. ജിം വർക്ക്ഡ് ഫോർ ഫയർസ്റ്റോൺ 11 years ആൻഡ് വാസ് ബീങ് ഗ്രൂംഡ് ആസ് പ്രസിഡന്റ് ഓഫ് ദ കമ്പനി. അങ്ങനെ അദ്ദേഹം അവിടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹം ആ കമ്പനിയുടെ പ്രസിഡന്റായി മാറി. വെൻ ഹി റിസൈൻഡ് ആൻഡ് വെന്റ് ഫുൾ ടൈം വിത്ത് ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അവിടെ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് മാറി. ഫയർസ്റ്റോൺസ് ക്ലർജിമാൻ വാസ് റവറൻഡ് വാൾട്ടർ ടങ്സ്. അപ്പൊ ഈ ഫയർസ്റ്റോൺ കമ്പനിയുടെ പുരോഹിതനായിരുന്നു. അതായത് നമുക്ക് ഓരോ കമ്പനികൾക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു പുരോഹിതനെ ഉണ്ടായിരുന്നു. ആ പുരോഹിതനാണ് റവറൻഡ് വാൾട്ടർ ടങ്സ്. ജിം ജോയിനഡ് ടങ്സ് ചർച്ച് ആൻഡ് ബിക്കേം ആക്റ്റീവ് ഇൻ റേസിംഗ് ഫണ്ട്സ് ഫോർ ദെയർ ബർത്ത്ഡേ കമ്മിറ്റി. ഇവിടെ ഈ ബർത്ത്ഡേ കമ്മിറ്റിക്ക് രൂപീകരിക്കുകയും ജിം വാട്ടർ ടങ്സിന്റെ ചർച്ചിലെ ഒരു അംഗമായി ജോയിൻ ചെയ്യുകയും ചെയ്തു. ജിം ഹാഡ് ബീൻ ഇൻ ന്യൂയോർക്ക് ഫോർ ദ ജാക്ക് ഡെപ്സി vs ജെനി ടെനി ഫൈറ്റ്. ഇവിടെ ജിം ന്യൂയോർക്കിലെ ജാക്ക് ഡെപ്സിയും ടെനി ഫൈറ്റും ആയിട്ടുള്ള ചില പ്രശ്നങ്ങളില് ജിം സാക്ഷിയായിരുന്നു. വൈൽ ദർ ഹി കൺഫസ്ഡ് ടു ഫ്രാങ്ക് ബിച്ച്മൻ ദാറ്റ് ഹിസ് ലൈഫ് വാസ് ഇൻ എ ടർമോയിൽ ആൻഡ് ഹി വാസ് അബൌട്ട് ടു ടേക്ക് എ ജിയോഗ്രാഫിക്കൽ കോർ. അങ്ങനെ ഈ സംഭവം കൊണ്ടാണ് ഫ്രാങ്ക് ബിച്ച്മന്റെ അടുത്ത് പറയുകയും, ജിയോഗ്രാഫിക്കൽ കോർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് സുഖപ്പെടുക, തന്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് മാറി. ബുച്ച്മൻ സെന്റ് ഹിം ടു മീറ്റ് സാം ഷുമാക്കർ അറ്റ് ദ കാൽവരി ചർച്ച് ആൻഡ് ഹി മേഡ് ആൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് കൺഫെഷൻ. ഇവിടെ വെച്ച് കാൽവരി ചർച്ചിൽ വെച്ച് സാം ഷുമാക്കറിന്റെ അടുത്ത് അദ്ദേഹം കുറ്റങ്ങൾ ഏറ്റുപറയുകയും അദ്ദേഹം കുമ്പസാരിക്കുകയും ചെയ്തു. ടു സാം ആൻഡ് വാസ് ലീഡ് ടു ജോയിൻ ഓൺ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ബിസിനസ് ടീംസ്. അങ്ങനെയാണ് ജിം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ബിസിനസ് ടീമിൽ പങ്കാളിയാവുന്നത്. ദിസ് വെയർ ഗ്രൂപ്സ് ഓഫ് ഇമ്പോർട്ടന്റ് മെൻ ഹു മേഡ് അറ്റംപ്റ്റ്സ് ടു കൺവേർട്ട് അതേഴ്സ് ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെത്തേഡ് ഓഫ് സ്പിരിച്വാലിറ്റി. ഇതെങ്ങനെയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് ആത്മീയതയിലേക്കുള്ള വഴിയിലേക്ക് ബിസിനസ്സുകാരെ സ്വീകരിച്ചിരുന്നത്. ജിം ഫ്രീക്വന്റ്ലി മെറ്റ് വിത്ത് ദി അഫോർമെൻഷൻഡ് ഷെഫ് കോർണൽ ആൻഡ് റോളണ്ട് ഹസാർഡ്. പിന്നീട് ഷെഫ് റോളണ്ട് ഹസാർഡുമായിട്ട് ജിം ബന്ധപ്പെടുകയും ഹി മെറ്റ് ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിനെയും പരിചയപ്പെടുകയും അവരുടെ വീട്ടിൽ ആളുകളെ പരിചയപ്പെടുകയും ചെയ്തു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫ്രം അക്രോൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് വാൾട്ടർ ടങ്സ് ചർച്ച്. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും പരിചയപ്പെട്ടു, ഈ വാൾട്ടർ ടങ്സിന്റെ പള്ളിയിലെ ആളുകളെയും പരിചയപ്പെട്ടു. The business team puts on house parties in various cities in the finest hotels and clubs. ഇവർ ഹൗസ് പാർട്ടികൾ, അതായത് കുടുംബങ്ങളിൽ വീടുകളിൽ പാർട്ടികൾ നടത്തുകയും അതോടൊപ്പം മറ്റ് ഹോട്ടലുകളിൽ ഈ ക്ലബുകളിലും എല്ലാം ഓക്സ്ഫോർഡ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇൻ ജനുവരി ഓഫ് 1933, 1933 ജനുവരിയിൽ ഫ്രാങ്ക് ബുച്ച്മൻ ലീഡിങ് എ ടീം ഓഫ് 30 men and women, 30 ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള ഡിസെൻഡഡ് ഓൺ അക്രോൺസ് ഫോർ ദ ഫസ്റ്റ് ടൈം ടു ഗീവ് ടെസ്റ്റിമോണിയൽസ് അറ്റ് ദ മേഫ്ലയർ ഹോട്ടൽ ആൻഡ് ഇൻ അക്രോൺ ചർച്ചസ്. അപ്പോ മേഫ്ലയർ ഹോട്ടൽ എന്ന് പറയുന്ന അക്രോണിലെ പ്രശസ്തമായ ഹോട്ടലിൽ വെച്ച് ഇവരൊരു പാർട്ടി നടത്തുകയാണ്. അതിനകത്ത് 30 ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ നമുക്കറിയാം മേഫ്ലയർ ഹോട്ടലിൽ വെച്ചാണ് ബിൽ ഡബ്ല്യു താമസിക്കുന്നതെന്നും പിന്നീട് ഫോൺ വിളിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ ഹോട്ടലിന്റെ പേര് ഫ്ലവർ ഹോട്ടൽ ആൻഡ് ഇൻ അക്രോൺ ചർച്ചസ് ആൻഡ് ഇനിഷ്യേറ്റ് ദ ടൗൺസ് പീപ്പിൾ ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അവരെന്ത് ചെയ്തു, ആ ടൗൺസിലെ അക്രോണിലെ ടൗണിലുള്ള ആ സിറ്റിയിലുള്ള എല്ലാ ആളുകളോടും ഇതിൽ പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഹിയർ വി ക്യാൻ clearly see input from Jim Newton's parties with Firestones and Tongues Episcopal Church. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ജിമ്മിന്റെ ഒരു എഫേർട്ട്. അതായത് ഈ പാർട്ടി സംഘടിപ്പിക്കുകയും ഫയർസ്റ്റോണെ, അതായത് ഈ ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമയെയും വാട്ടർ ടങ്കസ് എപ്പിസ്കോപ്പൽ ചർച്ചിലെ ആളുകളെ എല്ലാം ഈ പറയുന്ന അക്രോൺ സൈറ്റ്, ചോയ്സ് ഓഫ് അക്രോൺ ആസ് ദ സൈറ്റ് ഓഫ് ഹിസ്
ദിസ് എൻഡ് ഓവർ റാദർ ദാൻ സം അതർ സിറ്റി. അപ്പൊ മറ്റ് സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. ഹാഡ് ജിം നോട്ട് ഓൾറെഡി ബീൻ എ ബിസിനസ് ടീം മെമ്പർ ആൻഡ് ഇൻ പ്ലേസ് ഇൻ അക്രോൺ. അപ്പോ ജിം ഈ പറയുന്ന ബിസിനസ് ടീമിൽ അംഗമാവുകയും അക്രോണിലെ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മെമ്പർ ആവുകയും ചെയ്തു. ഇറ്റ് ഇസ് വെരി അൺലൈക്ലി ദാറ്റ് ബുച്ച്മൻ വുഡ് എവർ ഹാവ് ചൂസൺ ദിസ് സ്മോൾ. അപ്പം സാധാരണ ബുച്ച്മന് ഈ ചെറിയ പാർട്ടികളൊന്നും പങ്കെടുക്കാറില്ല, കാരണം അദ്ദേഹം വലിയ ഹൗസ് പാർട്ടികളിലാണ് പങ്കെടുക്കുന്നത്. പക്ഷെ എന്നാലും ഇദ്ദേഹം ചൂസ് ചെയ്തു റാദർ അൺനോൺ സിറ്റീസ് ആസ് എ പ്ലേസ് ടു പെർസ്യൂ ഹിസ് ഇവാഞ്ചലിസ്റ്റ്. അദ്ദേഹം വലിയ സിറ്റികളിലും സുവിശേഷവൽക്കരണം നടത്തുന്ന ഒരാളാണ്. ജിം വാസ് ദ സ്പോക്സ്മാൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ബിച്ച്മൻ അറ്റ് ഓൾ ദ അഫയേഴ്സ് ദാറ്റ് വീക്ക് ഇൻ അക്രോൺ. അപ്പം ആ ആഴ്ചയിൽ എല്ലാ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ജിം അദ്ദേഹത്തിനെ അറിയിച്ചു. നവർ അവർ കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നിയർലി കംപ്ലീറ്റ് ആൻഡ് ഇൻ പ്ലേസ്. ഇവിടെയാണ് നമ്മുടെ സീനിലുള്ള, നമ്മുടെ ഈ എയുടെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുള്ള എല്ലാവരും കടന്നു വരുന്നത്. സ്റ്റിൽ ടു അപ്പിയർ ഓൺ ദ സീൻ ഹവർ ആർ ഹെൻറിറ്റ സിബർലിംഗ്. ആരൊക്കെയാണത്? ഹെൻറിറ്റ സിബർലിംഗ്, ഡോക്ടർ ബോബിനെ ബിൽ ഡബ്ല്യുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഹെൻറിറ്റ സിബർലിംഗ്. ആനി, ഡോക്ടർ ബോബിന്റെ വൈഫ്. പിന്നെ ഡോക്ടർ ബോബ് സ്മിത്ത്, ടി ഹെൻറി, ക്ലാരൻസ് വില്യംസ്. ഇവിടെ കൂടാതെ ക്ലാരൻസ് വില്യംസും അവിടെ പങ്കെടുത്തു. വെൻ ജിം ഫസ്റ്റ് അറൈവ്ഡ് ഇൻ അക്രോൺ ഹി ഹാഡ് ബീൻ വെൽക്കംഡ് ഇൻ ടു ദ ഫയർസ്റ്റോൺ ഫാമിലി. ബിൽ ജിമ്മിന് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫയർസ്റ്റോൺ ഫാമിലിയിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്വീകരണം ലഭിച്ചു. ആൻഡ് ഹാഡ് ബിക്കം ഫാസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് സൺ റൂസൽ ഫയർസ്റ്റോൺ. അതായത് അദ്ദേഹത്തിന്റെ മകനായ റൂസൽ ഫയർസ്റ്റോണിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ട്, കൂട്ടുകാരനായിട്ട് ജിം മാറി. ബട്ട് ഹാഡ് എ വെരി ബാഡ് ഡ്രിങ്കിങ് പ്രോബ്ലം. ഈ പറയുന്ന റൂസൽ, അല്ലെങ്കിൽ ബഡ് എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചത്, BUD ബഡ്. ബഡിന് അല്ലെങ്കിൽ റൂസലിന് വലിയ ഒരു ഡ്രിങ്കിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആൻഡ് ഹാഡ് ഓൾറെഡി ബീൻ സെന്റ് ടു സെവറൽ ഹോസ്പിറ്റൽ ടു നോ അവർ. ഇപ്പൊ ധാരാളം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിന് വലിയ പ്രയോജനമോ ഒരു ഉപയോഗവും ഉണ്ടായില്ല. കാരണം അവർക്ക് വീണ്ടും അദ്ദേഹം കുടിക്കുകയാണ് ചെയ്തത്. ജിം വെന്റ് വിത്ത് ബഡ് ടു സ്റ്റിൽ അനദർ ഡ്രൈയിങ് ഔട്ട് പ്ലേസ്. അപ്പൊ ജിം എന്ത് ചെയ്തു? വീണ്ടും ബഡിനെ കൊണ്ട് വേറൊരു ഡ്രൈയിങ് ഔട്ട് പ്ലേസിലേക്ക് പോയി. ഓൺ ദ ഹുഡ്സൺ റിവർ ഇൻ ന്യൂയോർക്ക്. അത് ഹുഡ്സൺ റിവറിലെ ന്യൂയോർക്കിലാണ് അത്. ആൻഡ് സ്റ്റേഡ് ത്രൂ ദ എൻറ്റയർ 30-day പ്രോഗ്രാം. അവിടെ ഒരു 30 ദിവസത്തെ ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ, അതായത് മദ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയെങ്കിലും ഹി ടുക്ക് ബഡ് ഇൻ ടു ആൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഇൻ ഡെൻവർ. ഡെൻവറിലെ ഈ പറയുന്ന ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിലേക്ക് കൊണ്ടുപോയി. ടു വിച്ച് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പീപ്പിൾ ഹാഡ് ബീൻ ഇൻവൈറ്റഡ്. അവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പീപ്പിളും വിളിച്ചിരുന്നു. ഓൺ ദ ട്രെയിൻ ഈസ്റ്റ് അഗെയിൻ ആഫ്റ്റർ ദ പാർട്ടി. അപ്പം ആഫ്റ്റർ ഈ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൽ വെച്ച് ഹി വാസ് ഏബിൾ ടു ഇൻട്രൊഡ്യൂസ് ബട്ട് ടു ഹിസ് ഓൾഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മിനിസ്റ്റർ സാം ഷുമാക്കർ. അവിടെ സാം ഷുമാക്കറെ പരിചയപ്പെടുത്തി. എലോൺ വിത്ത് സാം ബട്ട് സറണ്ടർ ഹിസ് ലൈഫ് ടു ഗോഡ് ഇൻ എ പ്രൈവറ്റ് കാർ ഓൺ ദ ട്രെയിൻ. അവിടെ വെച്ചിട്ടാണ്, അതായത് ട്രെയിനിലെ ഒരു ബോഗിയിൽ വെച്ചിട്ടാണ് സാമുമായിട്ട് സംസാരിക്കുകയും ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. ഹിസ് ലൈഫ് ചേഞ്ച്ഡ്. അപ്പൊ ഇത് വലിയൊരു അത്ഭുതമായി. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ചേഞ്ച് ആയി. ആൻഡ് ഹിസ് ഫാമിലി സിറ്റുവേഷൻ ആൻഡ് മാരേജ് വെർ സേവ്ഡ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും മാരേജും, ഡൈവോഴ്സ് ആവേണ്ടായിരുന്നു, അവിടെയും രക്ഷപ്പെട്ടു. നൗ അക്രോൺ വാസ് ദ പ്ലേസ് വെയർ എ വാസ് നോട്ട് ബി ഫൗണ്ടഡ്. ഇവിടെ അങ്ങനെ നൗ അക്രോൺ വാസ് ദ പ്ലേസ് വെയർ എ വാസ് ടു ബി ഫൗണ്ടഡ്. അങ്ങനെയാണ് എ അക്രോണിൽ സ്ഥാപിക്കാനായിട്ടുള്ള വഴി തെളിഞ്ഞത്. ജിം ന്യൂട്ടൺ ഹാഡ് helped bring to the city the Oxford group message of the alcoholic friend Bud Firestone. അതായത് ജിം ആണ് ഈ പറയുന്ന ഫയർസ്റ്റോൺ കമ്പനിയുടെ ഉടമയുടെ മകനായ ബഡിനെ മോചനത്തിലേക്ക് നയിച്ചത്. മെസ്സേജ് ലെഡ് ടു ബഡ്സ് മിറാക്കുലസ് റിക്കവറി ദാറ്റ് ലാസ്റ്റഡ് ഫോർ എ ടൈം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ മോചനം, ഈ മിറാക്കുലസ് റിക്കവറി, ഈ അത്ഭുതകരമായ മോചനം കുറെ കാലം നിലനിന്നു. ദ മെസ്സേജ് ആൻഡ് ദ റിക്കവറി വെയർ ബ്രോഡ്കാസ്റ്റ് ടു ഇൻട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി. ബി എ ഗ്രേറ്റ്ഫുൾ ഫാദർ ഹാർവി ഫയർസ്റ്റോൺ. അതായത് ബഡിന്റെ അച്ഛനായ ഹാർവി ഫയർസ്റ്റോൺ എന്ത് ചെയ്തു? അത് ആ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കാനായിട്ട് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്തു. വളരെയധികം സ്പ്രെഡ് ചെയ്യുകയും പ്രത്യേകിച്ച് പത്രങ്ങളിൽ വരെ
ആ വാർത്ത വന്നു എന്നുള്ളതാണ്. ക്ലാരൻസ് വില്യംസ് വാസ് ദേർ ആൻഡ് ജോയിൻഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അലോങ് വിത്ത് ടി ഹെൻറി വില്യംസ്. ഈ സമയമാണ് ക്ലാരൻസ് വില്യംസ്, അതായത് ക്ലേവ്ലാൻഡില് നമ്മുടെ ഗ്രൂപ്പ് സ്ഥാപിച്ച ക്ലാരൻസ് വില്യംസ് ടി ഹെൻറി വില്യംസിന്റെ വീട്ടിൽ സ്ഥിരമായി ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തിരുന്നു. ആൻഡ് ബിഗാൻ റെഗുലർലി അറ്റൻഡിങ് ദ മീറ്റിംഗ്. അദ്ദേഹം സ്ഥിരമായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാനും തുടങ്ങി. അബൌട്ട് ദ സെയിം ടൈം എ ലേഡി നെയ്മഡ് ഹെൻറിറ്റ സെബർലിംഗ്. ഇതേ സമയമാണ് ഹെൻറിറ്റ സെബർലിംഗും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവിടെ പങ്കെടുക്കുന്നത്. ദ വൈഫ് ഓഫ് ജോൺ സെബർലിംഗ് ഓഫ് ദ സെബർലിംഗ് ടയർ ആൻഡ് റബ്ബർ കമ്പനി. സെബർലിംഗ് ടയറിന്റെയും റബ്ബർ കമ്പനിയുടെയും ഭാര്യ, ഉടമയായ ജോൺ സെബർലിംഗിന്റെ ഭാര്യയാണ് ഹെൻറിറ്റ സെബർലിംഗ്. ഇവർ അവിടെ പങ്കെടുത്തു. ഫൗണ്ട് ഹെർസെൽഫ് വിത്ത് പേഴ്സണൽ ആൻഡ് മാരിറ്റൽ പ്രോബ്ലം. അതായത് അവൾക്ക് സ്വന്തമായിട്ടും വിവാഹത്തിനും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഷീ ടേൺഡ് ടു ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് അറ്റൻഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് ദ മേഫ്ലയർ ഹോട്ടൽ. അവിടെ വെച്ച് ഹെൻറിറ്റ സെബർലിംഗ് മേഫ്ലയർ ഹോട്ടലിലെ ആദ്യത്തെ ഓക്സ്ഫോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഷീ വെന്റ് വിത്ത് എ വുമൺ നെയ്മഡ് ആൻ സ്മിത്ത്. അവള് മറ്റൊരു ഡോക്ടർ ബോബിന്റെ ഭാര്യ ആൻ സ്മിത്തിന്റെ കൂടെയാണ് അവിടെ പങ്കെടുത്തത്. ദ വൈഫ് ഓഫ് എ വെൽ നോൺ അക്രോൺ സർജൻ. ആ സമയത്ത് അക്രോണിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള സർജൻ ആയിരുന്നു ഡോക്ടർ ബോബ്. ഹു വാസ് ഇൻ ഡീപ് ട്രബിൾ വിത്ത് ഹിസ് ഡ്രിങ്കിങ്. മദ്യപാനത്തിനോട് വളരെയധികം പ്രശ്നമുണ്ടായിരുന്ന ഒരാൾ. ദ പ്രോഗ്നാറ്റേഴ്സ് നൗ അസ്യൂം ദെയർ റോൾസ്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ഓരോരുത്തരും നമ്മുടെ എയുടെ രൂപീകരണത്തിനായ റോളിലേക്ക് കടന്നു വന്നത്. എ കൈൻഡ്ലി ആൻഡ് മിഷനറി ഓറിയന്റഡ് കപ്പിൾ. അപ്പൊ ഇവര് ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു സുവിശേഷവൽക്കരണ മിഷനറി സുവിശേഷവൽക്കരണത്തിന്റെ മിഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന കപ്പിളാണ്. പ്രത്യേകിച്ച് വില്യംസ് ഹാഡ് ബീൻ ഇംപ്രസ്ഡ് വിത്ത് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെസ്സേജ്. വില്യംസും ടി ഹെൻറി എല്ലാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സന്ദേശത്തിൽ ആകർഷകരായി. ആൻഡ് ഹാഡ് എ ഹോം ടു ഓഫർ ഫോർ എ മീറ്റിംഗ് പ്ലേസ്. അവര് തങ്ങളുടെ വീട് അവരുടെ മീറ്റിംഗിനായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. എ ഗിഫ്റ്റഡ് ആൻഡ് കമ്പാഷനേറ്റ് ലേഡി നെയ്മഡ് ഹെൻറിറ്റ സെബർലിംഗ്. അതോടൊപ്പം ഹെൻറിറ്റ സെബർലിംഗ്സും അവരോടൊപ്പം പങ്കെടുത്തു. നല്ലൊരു വിനയവും നല്ല മാധുര്യവുമുള്ള സ്ത്രീയായിട്ടാണ് ഹെൻറിറ്റ സെബർലിംഗിനെ വിവരിക്കുന്നത്. ഹൂ ഹാഡ് മാസ്റ്റർ സം ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പ്രിൻസിപ്പിൾസ്. അവൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ തത്വങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചത്. ഹാഡ് ഹെർ ഐ ഓൺ യൂസിംഗ് ദ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ടു ഹെൽപ്പ് ഹെർ ഗുഡ് ഫ്രണ്ട് ഡോക്ടർ ബോബ് സ്മിത്ത്. അവൾ എപ്പോഴും തന്റെ ബൈബിളിലെ ചില തത്വങ്ങൾ ഡോക്ടർ ബോബിനെ രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. വിത്ത് ഹിസ് ഡ്രിങ്കിങ് പ്രോബ്ലം. അവന്റെ കുടിയുടെ പ്രശ്നം പരിഹരിക്കാനായി. ആറ്റ് ടു ദ മിക്സ് ദ എഫേർട്ട് ഓഫ് ഹിസ് വൈഫ്. അതുകൂടാതെ ആൻ സ്മിത്തിന്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ആനി ഹു അസംബിൾഡ് ബുക്സ് ആൻഡ് സ്പിരിച്വൽ റീഡിങ്സ് ദ പ്രിൻസിപ്പിൾ ഫ്രം ദി ബൈബിൾ. ആനിയും ഇതുപോലെയുള്ള ബൈബിളിലെ കുറെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ബോബിന്റെ മോചനത്തിനായിട്ട് ശേഖരിച്ചിരുന്നു. ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് വാരിയേഴ്സ് other Christian writings all the way praying for a solution of her husband's seemingly hopeless drinking problem. അപ്പൊ ആനി എപ്പോഴും ഇത്തരം പല റൈറ്റിംഗ്സും എഴുത്തുകളും ഹസ്ബൻഡിന്റെ വളരെ പരിതാപകരമായിട്ടുള്ള പ്രതീക്ഷാരഹിതമായിട്ടുള്ള മദ്യപാനത്തിൽ നിന്ന് മദ്യാസക്തിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ദ ടാലന്റഡ് ആൻഡ് വെരി ആൽക്കഹോളിക് സർജൻ. അതായത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആൽക്കഹോളിക് സർജൻ ആയിരുന്നു. വിക്ക് എ ഫോക്കസ് ഓഫ് ഓൾ ദിസ് എഫേർട്ട്. ഇത്തരം എഫേർട്ടുകളൊന്നും അവിടെ ഫലം കണ്ടില്ല. ഹി ഡിഡ് എ ലോട്ട് ഓഫ് സ്പിരിച്വൽ റീഡിങ്. അയാളാണട്ടെ ഒരുപാട് ആത്മീയ പുസ്തകങ്ങൾ വായിച്ചു. അറ്റൻഡഡ് എ ലോട്ട് ഓഫ് മീറ്റിംഗ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. ബട്ട് റിമെയിൻഡ് ഡ്രങ്ക്. പക്ഷെ അദ്ദേഹം വീണ്ടും കുടിച്ചുകൊണ്ടേയിരുന്നു. നൗ ഓൾ ദ ഏർലിയർ സീമിംഗ്ലി കോ ഇൻസിഡൻസ് കവറേജ്. ഇവിടെ നമുക്ക് മറ്റു ഏയ്ക്ക് മുമ്പുള്ള പല കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദിസ് സ്റ്റോറി മെർജസ് ഇൻ ടു ദി ഫാക്ട്സ് വി ഓൾ നോ ഫ്രം അവർ AI ലിറ്ററേച്ചർ. ഇത്തരം കഥകളെല്ലാം നമ്മുടെ ആൽക്കഹോളിസം അനോണിമസിന്റെ ലിറ്ററേച്ചറുകളിൽ നിന്ന് നമുക്കിപ്പോ വായിച്ചെടുക്കാവുന്നതാണ്. ഓൺ ടു ദിസ് സീൻ ലാൻഡഡ് ദ റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക് മൂവ്ഡ് ബൈ വാട്ട് ബോത്ത് ബിൽ വിൽസൺ ആൻഡ് ഹെൻറിറ്റ സെബർലിംഗ് ഫെൽറ്റ് വാസ് ദ ഗൈഡൻസ് ഓഫ് ഗോഡ്. അപ്പം അതായത് മദ്യം മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുകളെ എങ്ങനെ ബിൽ വിൽസന്റെ ന്യൂയോർക്കിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രയും ഹെൻറിറ്റ സെബർലിംഗും ദൈവത്തിന്റെ സഹായത്താൽ നയിക്കപ്പെട്ട് ദൈവത്തിന്റെ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് എങ്ങനെ ആളുകളെ രക്ഷിച്ചു എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സഹായിക്കുക. വിൽ ഹാഡ് റിക്കവേർഡ് ഫ്രം ഹിസ് ഡിസീസ്. വില്ല് അദ്ദേഹത്തിന്റെ രോഗത്തിൽ നിന്ന് മോചനം നേടി. Bill had recovered from his disease and was determined to stay sober by seeking out and helping another drink. അതായത് ബില്ല് എങ്ങനെയാണ് സുബോധവാനായത്?
അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു: ഞാൻ മറ്റു മദ്യാസക്തരെ കണ്ടുപിടിക്കും, അവരുടെ മോചനത്തിനായി സഹായിക്കും. ദ റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക്, ബിൽ സെൽഫ് ഡിസ്ക്രിപ്ഷൻ വെൻ ഹി മേഡ് ദ ഫാറ്റ്ഫുൾ ഫോൺ കോൾ ടു ഹെൻറിറ്റ. അതായത് എന്താണ് റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക് എന്ന് പറഞ്ഞാല്? അതായത് മദ്യത്തിൽ മാത്രം തേടിക്കൊണ്ടിരുന്ന ഒരാളായിട്ടാണ് ന്യൂയോർക്ക്, ഫ്രം ന്യൂയോർക്ക് എന്നാണ് ഹെൻറിറ്റ സിബർലിങ്ങിനെ മേഫ്ലെയർ ഹോട്ടലിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഐ ആം റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക്. എന്ന് വെച്ചാൽ മദ്യത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ന്യൂയോർക്കിൽ. ജസ്റ്റ് ഹാപ്പൻ ടു ബ്രിങ് ടു അക്രോൺ സം സൊല്യൂഷൻ ദെയർഫോർ നെവർ അസംബിൾഡ് ഇൻ വൺ പ്ലേസ് ആൻഡ് ഡെലിവേർഡ് ബൈ ജസ്റ്റ് വൺ പേഴ്സൺ. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുടെ കൂടിച്ചേരലോടുകൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കാര്യമോ ഏതെങ്കിലും ഒരു സംഭവങ്ങളുടെ കാര്യത്തിലോ നമുക്കിത് ഒതുക്കി നിർത്താൻ കഴിയില്ല. അപ്പൊ ഇതിനകത്ത് സം ഇമ്പോർട്ടന്റ് നോളജ് അബൌട്ട് ദ ഡിസീസ് ഓഫ് ആൽക്കഹോളിസം അക്കോമുലേറ്റഡ് ത്രൂ ദ വർക്ക് ഓഫ് ഡോക്ടർ സിൽക്വർത്ത് അറ്റ് ടൗൺസ് ഹോസ്പിറ്റൽ ഇൻ ന്യൂയോർക്ക്. ആദ്യത്തെ കാര്യം തന്നെ നമുക്കറിയാം, ടൗൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സിൽക്വർത്തിൽ നിന്ന് മദ്യാസക്തിയുടെ രോഗത്തെക്കുറിച്ചും അതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ചും എല്ലാം ബിൽ ഡബ്ല്യുവിന് അറിവുണ്ടായതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? an important spiritual solution to the problem that had been passed from Dr. Carl Jung to റോളണ്ട് ഹസാഡ് ആൻഡ് ദെൻ ഓൺ എ ബിൽ ബൈ എ ബി താച്ചർ. അതായത് റോളണ്ട് ഹസാഡിന് തന്റെ ഗവേഷണത്തിലൂടെ അല്ലെങ്കിൽ കണ്ടുപിടിക്കലിലൂടെ കാൾജങ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് എത്തുകയും ആ സൈക്കാട്രിസ്റ്റ് റോളണ്ട് ഹസാഡിന് ആത്മീയതയുടെ വഴിയിലേക്ക് മോചനത്തിനായി കൊടുക്കുകയും ചെയ്തു. റോളണ്ട് ഹസാഡ് എബി താച്ചറുടെ അടുത്ത് എത്തി, എബി താച്ചറുടെ അടുത്ത് നിന്ന് ബിൽ ഡബ്ല്യുവിന് കിട്ടി. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എ വാലിഡേഷൻ ഓഫ് ദി സ്പിരിച്വൽ സൊല്യൂഷൻ ബൈ ദ സ്കോളർലി സ്റ്റഡീസ് ഓഫ് പ്രൊഫസർ വില്യം ജെയിംസ്. ഈ സ്പിരിച്വൽ സൊല്യൂഷൻ, ഈ ആത്മീയ പദ്ധതിയുടെ യഥാർത്ഥ കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ജെയിംസ് ആണ്. ദ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ബിൽ ഡബ്ല്യുവിന് ഈ സ്പിരിച്വൽ സൊല്യൂഷൻ കിട്ടുന്നത്. അത് വാലിഡേറ്റ് ചെയ്തത് വളരെയധികം വിദ്യാസമ്പന്നനായിരുന്ന പ്രൊഫസറായിരുന്ന വില്യം ജെയിംസിൽ നിന്നാണ്. ആ കാലത്ത് അനേകം പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ്. അതിലെ ഏറ്റവും ഫേമസ് പുസ്തകമാണ് ദ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്. നമ്മുടെ ബിഗ് ബുക്കിൽ അത് പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം, എ ലിങ്കേജ് ബിറ്റ്വീൻ ദ പ്രോബ്ലം ഓഫ് ആൽക്കഹോളിസം ആൻഡ് വിത്ത് ദ solution that God could and would solve the problem if a relation were sought with him by using the Oxford Group's practical program of action. അടുത്ത നാലാമത്തെ കാര്യം, മദ്യം എന്ന പ്രശ്നമുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ സഹായത്താലോ അല്ലെങ്കിൽ ആത്മീയതയുടെ സഹായത്താലോ മോചനം നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിനോട് സ്ഥിരമായി വേർ സോട്ട് വിത്ത് ഹിം ബൈ യൂസിങ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രാക്ടിക്കൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അതായത് പ്രായോഗികതയിൽ എത്തുന്ന, പ്രവൃത്തി പദത്തിലേക്ക് എത്തുന്ന തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള എക്സ്പീരിയൻസ് ആർക്ക് കിട്ടി? ആദ്യം കിട്ടിയത് ആർക്കാണ്? റോളണ്ടിന്. അവിടെ നിന്ന് എബിയുടെയും റോളണ്ടിന്റെയും പ്രോഗ്രാം അടുത്തതായിട്ട് ബിൽ വിൽസിന് കിട്ടി. ഇൻ അക്രോൺ, ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ് ആൻഡ് ഹെൻറിറ്റ സിബർലിംഗ് വെയർ അറ്റൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് അറ്റ് ദ മേഫ്ലവർ ഹോട്ടൽ ആൻഡ് എൽസ്വെയർ. അപ്പൊ മറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മേഫ്ലവർ ഹോട്ടലിൽ ടി ഹെൻറിയും ക്ലാരൻസ് വില്യംസും ഹെൻറിറ്റ സിബർലിംഗും ഈ 30 പേരടങ്ങുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തതാണ്. ഡോക്ടർ ബോബ് സ്മിത്ത് ഓൾസോ അറ്റൻഡഡ് വിത്ത് ഹിസ് വൈഫ്. ഇതേ സമയം തന്നെയാണ് ഡോക്ടർ ബോബും ആനും ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഡോക്ടർ ബോബിന്റെ ഭാര്യ ആനും പങ്കെടുത്തത്. ഹി ഷൈഡ് അവേ ഫ്രം ടോക്കിംഗ് അബൌട്ട് ഹിസ് പ്രോബ്ലം പബ്ലിക്കലി. ഡോക്ടർ ബോബ് ആകട്ടെ പൊതുവേദിയിൽ തന്റെ പ്രോബ്ലം പറയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ആൻഡ് കണ്ടിന്യൂഡ് ഡ്രിങ്കിങ്. അതുകൊണ്ട് രഹസ്യമായിട്ട് അദ്ദേഹം കുടിച്ചുകൊണ്ടേയിരുന്നു. In her consent, Dr. Bob Henrietta suggested to Henry that if they could set up a smaller, more private meeting, perhaps Bob might feel more at ease and to be able to make a confession in the Oxford group fashion and a commitment to sobriety. അതായത് ഒരു വലിയ ഗ്രൂപ്പിൽ ഡോക്ടർ ബോബിനുണ്ടാകുന്ന ഈ മടിയെ മാറ്റാനായി ടി ഹെൻറിയോട് അവൾ ആവശ്യപ്പെട്ടാണ് ഒരു ചെറിയ മീറ്റിംഗ് നടത്താം. അന്നേരം ഒരു പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മാതൃകയിൽ അവൻ കുമ്പസാരത്തിലൂടെ ഇതെല്ലാം ഏറ്റുപറയുകയും അങ്ങനെ അവൻ സുബോധത്തിൽ എത്തുകയും ചെയ്തു. ടി ഹെൻറി ആകട്ടെ
was chosen for this special meeting. അങ്ങനെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്താനായിട്ട്, ആൻഡ് ദിസ് മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ എ വെനസ്ഡേ ഇൻ ഏപ്രിൽ ഓഫ് 1935. 1935 ഏപ്രിൽ, ജസ്റ്റ് 1 month ബിഫോർ ബിൽ വിൽസൺ കെയിം ടു അക്രോൺ. ഡോക്ടറെ കണ്ടുമുട്ടുന്നതിന്, ബിൽ വിൽസൺ കണ്ടുമുട്ടുന്നതിന് 1 മാസം മുമ്പേ ആണ് ഈ മീറ്റിംഗ് വെനസ്ഡേയില്, ബുധനാഴ്ച തുടങ്ങിയത്. ദിസ് മീറ്റിംഗ് വെയർ യൂഷ്വലി ലെഡ് ബൈ ടി ഹെൻറി, ഹെൻറിറ്റ ഓർ ഫ്ലോറൻസ് മെയിൻ. ഇപ്പൊ 3 പേരാണ്. ആ ചെറിയൊരു മീറ്റിംഗ് ആണ്. ടി ഹെൻറിയും ഹെൻറിറ്റായും ഫ്ലോറൻസ് മെയിനുമായിരുന്നു. ആൻഡ് അറ്റ് വൺ ഓഫ് ദിസ് ഡോക്ടർ ബോബ് വാസ് ഏബിൾ ടു കൺഫസ്. ഇവിടെ വെച്ചിട്ട് ഡോക്ടർ ബോബ് കുമ്പസാരിക്കുകയാണ് ദാറ്റ് ഹി വാസ് എ സീക്രട്ട് ഡ്രിങ്കർ. അവൻ രഹസ്യമായി കുടിക്കുന്നുണ്ട്. ആൻഡ് നീഡഡ് ഹെൽപ്പ് ആസ് ഹി കുഡ് നോട്ട് സ്റ്റോപ്പ്. അവന് സഹായം ആവശ്യമുണ്ട്, അവന് നിർത്താൻ പറ്റുന്നില്ല. ദിസ് വാസ് ദ very place that was to become the home to the about to begin alcoholic contingent of the Oxford group. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെയാണ് ആൽക്കഹോളിക്കുകളായിട്ടുള്ള ആൽക്കഹോളിക് പ്രോബ്ലം കൈകാര്യം ചെയ്യുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ആദ്യത്തെ പരിപാടി തുടങ്ങുന്നത്. വി ക്യാൻ നൗ സീ ഹൗ ഓൾ ദീസ് ക്യാരക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു പുട്ടിംഗ് ഡോക്ടർ ബോബ് ആൻഡ് ബിൽ അറ്റ് എ മീറ്റിംഗ് ഇൻ ഹെൻറിറ്റ സിബ്ലിംഗ്സ് ഹോം ഇൻ ദ ഗേറ്റ് ഹൗസ് ഓഫ് ഫയർസ്റ്റോൺ എസ്റ്റേറ്റ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഹെൻറിറ്റ സിബർലിംഗ് പോലെയുള്ള, വാൾട്ടർ ടങ്സ് പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ഈ സീനിലേക്ക് കടന്നു വന്നത്. ഡോക്ടർ ബോബിന് ബിൽ ഡബ്ല്യു ആയിട്ട് സംസാരിക്കാനായിട്ട് ഹെൻറിറ്റ സിബർലിംഗിന്റെ വീടായ ഗേറ്റ് ഹൗസ് ഓഫ് ഫയർസ്റ്റോൺ എസ്റ്റേറ്റ്, ഫയർസ്റ്റോൺ കമ്പനിയുടെ എസ്റ്റേറ്റിലെ ഗേറ്റ് ഹൗസില് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമായത് എന്ന് നമുക്ക്, അതുപോലെ തന്നെ ഫൗണ്ടിങ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെയാണ് രൂപീകൃതമായത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളോട് നമുക്ക് മനസ്സിലാകും. അക്രോൺ മെയ് 11, 1935, 1935 മെയ് 11 അവർ കണ്ടുമുട്ടുന്നത്. വി ക്യാൻ ഫൈൻഡ് നോ റെഫറൻസ് എനിവെയർ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ബിൽ വിൽസൺ കൺസിഡേർഡ് ഓർ മേഡ് എനി കോൺഷ്യസ് effort to locate on Oxford group member when he made his desperation phone call in the Mayflower Hotel in Akron. നമുക്കറിയാം, വളരെ നിരാശാജനകമായിട്ടുള്ള ബിസിനസിന്റെ പരാജയത്തിന് ശേഷം ബിൽ ഡബ്ല്യു മേഫ്ലെയർ ഹോട്ടലിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് ഹെൻറിറ്റ സിബർലിംഗിന്റെക്കാണ്. ഹെൻറിറ്റ സിബർലിംഗ് അത് പിന്നീട് എഴുതിയത് ഇങ്ങനെയാണ്: ബിൽ ലുക്ക്ഡ് ഇൻ ടു ദി കോക്ടെയിൽ റൂം ആൻഡ് വാസ് ടെംപ്റ്റഡ് ആൻഡ് തോട്ട്. അതായത് ബാർ റൂമിലേക്ക്, മേഫ്ലെയർ ഹോട്ടലിലെ ബാർ റൂമിലേക്ക് അവനെ ശ്രദ്ധ ചെലുത്തുകയും അവന് പ്രലോഭിപ്പിക്കുകയും ചെയ്തു. ബി വെൽ, ഐ വിൽ ജസ്റ്റ് ഗോ ഇൻ ദർ ആൻഡ് ഗെറ്റ് ഡ്രങ്ക് ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് ഓൾ ആൻഡ് ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ഇറ്റ്. അതായത് അവൻ അവിടെ പോവുകയും കുടിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ എല്ലാം അവസാനിക്കുമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് ബീൻ സോബർ 5 months ഇൻ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. 5 മാസത്തോളം മാത്രമേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് അവൻ മോചിതനായിട്ടുള്ളൂ. ഹി സെഡ് എ പ്രയർ. അവൻ പക്ഷേ പ്രാർത്ഥിച്ചു. ഹി റിസീവ്ഡ് ഗൈഡൻസ് ടു ലുക്ക് അറ്റ് എ മിനിസ്റ്റർ ഡയറക്ടറി ബോർഡ് ആൻഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. അവന് പെട്ടെന്ന് തോന്നുകയാണ് അവിടെ ഇരുന്ന ഒരു ഡയറക്ടറിയിലേക്ക്, പുരോഹിതരുടെ നമ്പറുള്ള ഒരു ഡയറക്ടറിയിലേക്ക് ശ്രദ്ധ തിരിയാൻ. അതിനു മുമ്പ് അവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് പാർട്ടി വെച്ചിട്ടുണ്ട്, അവരുടെ മീറ്റിംഗ് അവിടെ വെച്ചിട്ടുണ്ട് ആ ഹോട്ടലിൽ. അതുകൊണ്ടായിരിക്കാം ആ ഡയറക്ടറി അവിടെ ഉണ്ടായിരുന്നത്. ഹി പുട്ട് ഹിസ് ഫിംഗർ ഓൺ വൺ നെയിം. അങ്ങനെ അവൻ 10 പേരുടെ പേര് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടങ്സ് എന്നുള്ള പേരാണ്. ദ റവറൻ വാൾട്ടർ ടങ്സ്, അത് പുരോഹിതന്റെ പേരാണ്. അങ്ങനെ അവര് ഹാർവി ഫയർസ്റ്റോൺസ് മിനിസ്റ്റർ ആണ്. അങ്ങനെ ഈ പറയുന്ന വാൾട്ടർ ടങ്സ് നമുക്കറിയാം, ആൻഡ് ഫയർസ്റ്റോൺ ഹാഡ് ബോട്ട് ബുച്ച്മൻ ആൻഡ് 30 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു അക്രോൺ ടു ഫോർ 10 days in gratitude for their help for his son റൂസൽ. അതായത് ഈ ഫയർസ്റ്റോൺ, ഹാർവി ഫയർസ്റ്റോൺ എന്ന് പറയുന്ന ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമയും റവറൻ വാൾട്ടർ ടങ്സും കൂടി ഫയർസ്റ്റോണിന്റെ മകനായ റൂസലിനെ രക്ഷിക്കാനായി, അല്ലെങ്കിൽ അവന്റെ കുടിയിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് ഫ്രാങ്ക് ബുച്ച്മാനെയും 30 ആളുകളെയും ആ ഗ്രൂപ്പ് ഹോട്ടലിൽ കൊണ്ടുവരികയും ഔട്ട് ഓഫ് ദാറ്റ് ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദിസ് വൺ ഫാദർ ദിസ് ഹോൾ ചെയിൻ സ്റ്റാർട്ടഡ്. അവിടെ നിന്ന് ഒരു കൃതജ്ഞത, അതായത് മകൻ രക്ഷപ്പെട്ടതിനുള്ള നന്ദി, അങ്ങനെ നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് ഈ ചങ്ങല ആരംഭിക്കുന്നത്. ഇൻ ആൻ അറ്റംപ്റ്റ് ടു പേ ബാക്ക് ജസ്റ്റ് എ ലിറ്റിൽ. അങ്ങനെ ഒരു ചെറിയ കാര്യം തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് അവിടെ ഒരു ഹൗസ് പാർട്ടി നടത്തുന്നത്. This article was written in attempt to pass on the accurate history of the beginning of AI. ഇപ്പൊ ഈ ചരിത്രകാരൻ പറയാണ്, ഒരു യഥാർത്ഥത്തിലുള്ള എയുടെ ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് ധാരാളം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ബാക്കി സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. മൈക്ക് ഉണ്ണിക്ക് കൈമാറുന്നു. താങ്ക് യു ശിവോട്ട, താങ്ക് യു വെരി മച്ച്.
പ്രിയമുള്ളവർ, മദ്യാസക്തരാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എ എന്ന ഒരു ഫെലോഷിപ്പിന്റെ സഹായത്തിൽ മദ്യപിച്ചില്ല. എന്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ചരിത്രത്തില് വളരെ പ്രധാനപ്പെട്ട